സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഓക്കെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയാം എന്തായാലും അത് സ്ക്രീൻഷോട്ട് പോകും. പക്ഷെ എനിക്കതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല. ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ? ഇതൊരു പ്രതികരണ വീഡിയോ, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ ഓടിയ പേർളി മാണി എന്ന അവതാരകയുടെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. നമുക്കറിയാം ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ അവകാശത്തിന് വേണ്ടി പോരാടിയപ്പോൾ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി അവിടെ പ്രതിഷേധം നടത്തിയപ്പോൾ അതിനെ അനുകൂലിച്ച് കക്ഷി രാഷ്ട്രീയമില്ലാതെ നിരവധി പേരാണ് അവരെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. പക്ഷേ ചില ആളുകൾ അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ അനുകൂലിച്ചു എന്നാൽ അനുകൂലിച്ചില്ല എന്ന മട്ടിൽ ചില ആളുകൾ വന്നിരുന്നു. അതിൽ ഒരാൾ മാത്രമാണ് പേളിയെ സംബന്ധിച്ചിടത്തോളം അവർ അറിയപ്പെടുന്ന ഒരു അവതാരികയാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും അവർക്ക് ഒരു പറ്റം ഫോളോവേഴ്സ് കുറയുകയും ചെയ്തു. അതായത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കൂട്ടത്തോടെ അൺഫോളോ ചെയ്തു തുടങ്ങിയപ്പോൾ അവരുടെ ബ്രാൻഡ് ലീഡുകൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ ഒടുവിൽ ആ ഒരു 21.5 മിനിറ്റിൽ കണ്ണീരുമായിട്ട് പേർളി മാണി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് കുറയും, എന്തെങ്കിലും പ്രതികരണം നടത്തണം എന്നവർക്ക് ഒരുപക്ഷെ തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രതികരണ വീഡിയോ ആയിട്ട് അവർ വന്നത്. ഈ പ്രതികരണത്തിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവർ പറഞ്ഞ പ്രതികരണം അല്ലെങ്കിൽ ഈ പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ ഒരു കാര്യം മനസ്സിലായത്, മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അവർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് മലയാളത്തിൽ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കില്ലേ, ഇംഗ്ലീഷ് ചിലപ്പോൾ അവർക്ക് ക്ലിയർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒരു വീഡിയോ ആണ്. എന്നിട്ട് അവസാനം പറയുന്നത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സത്യത്തിൽ നിങ്ങൾ എന്താണ് പേളി ഉദ്ദേശിച്ചത്? നിങ്ങളൊരു വലിയ സെലിബ്രിറ്റിയാണ്. നിങ്ങളെ ഈ ഒരു വിവാദം നടക്കുന്നതിന് മുമ്പ് 4.7 മില്യൺ ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നു. അതിൽ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. ഒരു പറ്റം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങളുടെ കുട്ടികളുടെ വീഡിയോ, നിങ്ങൾ നടത്തുന്ന ഇൻ്റർവ്യൂ ഒക്കെ ആസ്വദിച്ച് കാണുന്നവരാണ്. ഈ കാണുന്ന ജനങ്ങളെയാണോ നിങ്ങൾ വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ട് പറ്റിക്കാൻ നോക്കുന്നത്? അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന്? നിങ്ങൾ ഇട്ടിരിക്കുന്ന ആ ക്ലാരിഫിക്കേഷൻ വീഡിയോയുടെ താഴെ വന്നിരുന്ന കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കമൻറ്റ് ബോക്സ് നിറയെ ഒരിക്കലും ഒരാളെ ബുള്ളിങ് ചെയ്യരുത്, ഹറാസ് ചെയ്യരുത്, അത്തരം സൈബർ അറ്റാക്ക് നടത്തരുത്. അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. പക്ഷെ അവർക്കെതിരെ വന്നിട്ടുള്ള കമൻറ്റുകൾ ഒരു കാരണവശാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളും അതിൽ രേഖപ്പെടുന്നുണ്ട്. അതായത് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ നടത്തിയിരിക്കുകയാണ് 22.5 മിനിറ്റ്. അവിടെ സിബി മലയിലിന് താൻ ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സിനിമ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ ഇത് വണ്ണാനുള്ളി ഫേമസ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പേർളി മാണി അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളിൽ മാപ്പ് ചോദിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് അവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മാപ്പ് ചോദിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, ആരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ നടത്തുന്നത്? എന്നിട്ട് ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷിലുള്ളത് ഫുള്ള് മലയാളത്തിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. നമുക്കറിയാം, ഒരു വാക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഈ വാർത്തകൾ വായിക്കുമ്പോഴായാലും പല രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുമ്പോഴായാലും നമുക്ക് വാക്കുകൾ തെറ്റാറുണ്ട്. ചിലപ്പോൾ ചില അമർഷത്തോടെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് അറിയാണ്ട് വാക്കുകൾ വീഴും. അത് നമ്മൾ ആ ഒരു ഒറ്റ വാക്കായിരിക്കാം ഒരു പക്ഷേ, ആ ഒരു വാക്ക് നമ്മൾ അയ്യോ ഇതറിയാണ്ട് വീണതാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലാവും, നമുക്കും അത് മനസ്സിലായിട്ട് നമ്മളത് ക്ഷമ നടത്തും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ള് മാറിപ്പോയതാണെന്ന് പറയുമ്പോൾ അത് എത്രത്തോളമാണ് ആളുകൾ വിശ്വസിക്കേണ്ടത്? ഒരു വാക്ക് തെറ്റിയാൽ ഓക്കെ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം സ്വാഭാവികമാണ്, മനുഷ്യരാണ്. അവരുടെ വായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അവരെഴുതി വെക്കുന്ന ഏതെങ്കിലും ഒരു വാക്കുകൾ തെറ്റി വരാം.
പക്ഷെ ഒരു സെന്റൻസ് തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഫുള്ളായിട്ട് തന്നെ തെറ്റുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയുടെ അടിയിൽ അവരെ ജനങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം ഇതൊരു കള്ളത്തരമാണ്, ഇതൊരു നാടകമാണ്. ഇത് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇനിയും ഫോളോവേഴ്സിനെ കൂട്ടാനും ബ്രാൻഡ് വാല്യൂ നിലനിർത്താനും ഇനിയും ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ഡ്രാമ പോലത്തുള്ള ഒരു കണ്ണീര് ഒഴുക്കിക്കൊണ്ടൊരു ക്ലാരിഫിക്കേഷൻ നടത്തുകയാണ്. ഇതിൽ സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ വീഡിയോ കണ്ട പലർക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഒരു മെഴുകുന്ന രീതിയിലേക്കാണ് ഈ പേളി മാണിയുടെ പ്രതികരണ വീഡിയോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോയിലൂടെ ചോദിക്കുന്ന ക്ഷമാപണത്തിൽ എവിടെയാണ് ആത്മാർത്ഥതയുള്ളത്? വാക്കുകൾ അമ്പ് പോലെയാണ്. അത് തൊടുത്തുവിട്ട ശേഷം മാപ്പ് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു മുറിവുകൾ ഇല്ലാതാകുന്നില്ല. അതുപോലെയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്ത് ലൈക്കുകൾ കൂട്ടുന്നത് പോലെയല്ല യഥാർത്ഥ ജീവിതത്തിലെ പോരാട്ടങ്ങളെന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കണം. അറിവില്ലായ്മ ഒരു അലങ്കാരമല്ല എന്നും രാഷ്ട്രീയവും ചരിത്രവും അറിയാതെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് അബദ്ധങ്ങൾ വിളമ്പുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നും നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഈ കപട വിശദീകരണം ഒരിക്കൽ കൂടി തെളിയുകയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം കള്ളത്തരമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി സോഷ്യൽ മീഡിയയിലെ വലിയ ഫോളോവേഴ്സും ബലവും കോടികളുടെ വരുമാനവും സമൂഹത്തിൽ ആരെയും എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ സാധാരണ ആളുകൾ നിങ്ങളെ വലിയ നിലകളിൽ എത്തിച്ചത് ഇത്തരം അഹങ്കാര പ്രസ്താവനകളോ അല്ലെങ്കിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളോ കേൾക്കാനോ കാണാനോ വേണ്ടിയല്ല. ഇനി സമൂഹത്തോട് ലെവലേഷൻ ഉത്തരവാദിത്തമില്ലാത്ത ഇത്തരം ഇൻഫ്ലുവൻസർമാരുടെ കപട പോസിറ്റിവിറ്റി നാടകങ്ങൾക്ക് മലയാളികൾ പൂർണ്ണമായിട്ടുള്ള വിരാമമിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവ് കൂടിയാണ് ഈ കാണുന്ന 21 മിനിറ്റ് ഡ്രാമ എന്നുകൂടി ഓർക്കണം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ വെറുമൊരു തമാശയോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നമായോ മാത്രം കാണുന്ന പേളി മാണിയുടെ നയത്തോട് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഡൽഹി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതിന്റെ രാഷ്ട്രീയം, അതിന്റെ പിന്നിലെ പോരാട്ട വീര്യം ഒരു വട്ടമെങ്കിലും മനസ്സിലാക്കാൻ പേളി ശ്രമിച്ചിട്ടുണ്ടോ? പേളി പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഇത് സ്റ്റഡി ചെയ്തെന്ന്. എന്താണ് നിങ്ങൾ ചെയ്ത സ്റ്റഡി? നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടത്തില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കാൻവയിൽ ഞാൻ ഈ ഒരു കാര്യം എഴുതിയിട്ട് അടിച്ചു കൊടുത്തപ്പോൾ അവർ തന്ന ഒരു കളറാണ് ഈ ഒരു സാഫ്രോൺ എന്ന്. എന്നിട്ട് ആ ഒരു സാഫ്രോണിനെ നിങ്ങൾ അങ്ങനെ ന്യായീകരിച്ചില്ലേ? അത് മാത്രമല്ല, എന്നിട്ട് നിങ്ങൾ ഐ ലവ് സാഫ്രോൺ എന്നും പറഞ്ഞ് നിങ്ങൾ സ്റ്റോറി ഇട്ടത് പറഞ്ഞു സിബി മലയിലിൻ്റെ മകൻ എനിക്കിട്ട കമൻറ്റിൻ്റെ മറുപടി ആയിട്ടാണ്. നിങ്ങൾ അതിന് സ്റ്റോറി ഇടേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് റിപ്ലൈ കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി പോയി മെസ്സേജ് അയച്ചാൽ പോരെ? നിങ്ങൾ ആരെയാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഒരുപക്ഷെ ഇതിനു മുമ്പ് പലരും പല അന്വേഷണ ഏജൻസികളും വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെയും നിർത്തണം ഇവരെയും നിർത്തണം എന്ന രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതാണിപ്പോൾ പേളിയുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. പേളിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് 4 ലക്ഷത്തോളം പേര് അൺഫോളോ ചെയ്തു പോയി. കാരണം ജനങ്ങൾ മനസ്സിലാക്കുകയാണ് പേളി. ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്ത് ലൈക്കുകൾ കൂട്ടുന്നത് പോലെ അല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിഷയങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കാനുള്ള വിവേകമെങ്കിലും കാണിക്കണമായിരുന്നു. കാരണം ഇതറിയാത്ത വിഷയമാണെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും വലിയ തെറ്റാണ്. ഇനി മലയാള സിനിമയ്ക്ക് ക്ലാസിക് ചിത്രങ്ങൾ സമ്മാനിച്ച സിബി മലയിലിനെ പോലൊരു സംവിധായകനെ നിങ്ങൾ പരസ്യമായിട്ട് അധിക്ഷേപിക്കുമ്പോൾ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്? ഈ ഒരു യോഗ്യത നിങ്ങൾ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. എന്നിട്ട് അവസാനം നിങ്ങൾ വന്ന് മാപ്പ് പറയുന്നു. എന്തിനാണ് നിങ്ങൾ മാപ്പ് പറയുന്നത്? ഈ മാപ്പ് പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് എന്താണ്? ഞാൻ ഇത്തരം ഒരു രീതിയിൽ കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ സിബി മലയിലിനെ പറ്റി പറഞ്ഞിട്ടില്ല, അദ്ദേഹം എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന മൂവി അങ്ങനാണ് ഇങ്ങനാണ്. കാരണം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരാളല്ല. നിങ്ങൾക്ക് 4.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങളെ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ സ്റ്റോറിയും പോസ്റ്റും ഒക്കെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇവരോട് നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങളാണ് ഇതൊക്കെ. കാരണം ഒരു കാര്യം പോലും അറിയാതെ അതിനെ സ്റ്റഡി ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് ഇട്ടു. അത് ജനങ്ങൾ മനസ്സിലാക്കി, അത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി. അപ്പോൾ ആ വിദ്യാർത്ഥികളും ജനങ്ങളും ഒന്നടങ്കം നിങ്ങളെ അൺഫോളോ ചെയ്തു, നിങ്ങൾക്കെതിരെ വന്നു. അത് ഈ സിബി മലയിലും ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു കമൻ്റ് ഇട്ടു. അപ്പോൾ നിങ്ങളതിനെ അവർക്കെതിരെ, അതായത് ഈ സിബി മലയിലിൻ്റെ മകൻ കമൻ്റ് ഇട്ടപ്പോൾ അതിൻ്റെ ദേഷ്യം കൊണ്ടാണ് നിങ്ങൾ പോയി സ്റ്റോറി ഇട്ടത് എന്ന് പറയുന്നു. അതിന് നിങ്ങൾ ഐ ലവ് സഫ്രോൺ ഇട്ടുന്നു നിങ്ങൾ പറയുന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ഇതൊക്കെ എത്രത്തോളം സത്യമാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും സ്നേഹത്തിൻ്റെയും പോസിറ്റിവിറ്റിയുടെയും ആവരണം അണിയുന്നത് ഒരു സ്ഥിരം തന്ത്രമല്ല.
ഇത്രയും വലിയൊരു സാമൂഹിക വിഷയത്തെയും അധിക്ഷേപത്തെയും വെറും ഒരു തെറ്റിദ്ധാരണയായിട്ട് ചിത്രീകരിക്കാൻ പേളിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങളൊരു പങ്കുവെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തതാണെന്ന് ഈ വീഡിയോയിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. സിബി മലനോട് മാപ്പ് ചോദിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വാക്കുകളിൽ കൃത്യമായിട്ടുള്ള ആത്മാർത്ഥതയുണ്ടോ, അതോ ഈ ഒരു വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരാനുള്ള തന്ത്രം മാത്രമാണോ എന്നതാണ്. കാരണം കമന്റ് ബോക്സുകളിൽ ആളുകൾ രേഖപ്പെടുത്തുന്നതെല്ലാം അങ്ങനെയാണ്. നിങ്ങൾ ഇതിൽ മെഴുകുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ ഒരു മുഖം തിരിച്ചു പിടിക്കണം, അതിനി എന്തായാലും ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ എത്രത്തോളം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയാലും എത്ര ക്ഷമ പറഞ്ഞാലും ശരി തന്നെ, നിങ്ങൾ പറഞ്ഞ തെറ്റിനെ ഒരിക്കലും മലയാളി സമൂഹം അംഗീകരിക്കില്ല. ഇനി സാധാരണക്കാർ നിങ്ങളെ വലിയ നിലകളിൽ എത്തിച്ചത് ഇത്തരം പ്രസ്താവനകൾ കേൾക്കാനല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത് ആർക്കും ദഹിക്കുന്ന കാര്യമല്ല. കാരണം അത്രത്തോളം അതിൽ ഒരു ക്ലാരിറ്റിയും ഒരു ക്ലാരിഫിക്കേഷനും ഇല്ല. നിങ്ങൾ പറയുന്നത് നേരെ തർജ്ജമ ചെയ്യുക, അത് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് എന്ന് പറയുക എന്നതല്ലാതെ നിങ്ങൾക്ക് അവിടെ എന്ത് ക്ലാരിറ്റിയാണ് വരുത്താൻ കഴിയുന്നത്? നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു, നിങ്ങൾ ക്ഷമ പറയുന്നു. ശരിയാണ്, ക്ഷമ പറഞ്ഞതിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. കാരണം ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് ക്ഷമ ചോദിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചിന്തിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചെയ്തു എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, ഇത്ര ദിവസമായിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി യാതൊരു പ്രതികരണവും നടത്തിയില്ല. അവസാനം ഈ പ്രേക്ഷകർ കുറയുന്ന സമയത്താണ് നിങ്ങൾ ഈ ഒരു പ്രതികരണം നടത്തിയത്. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു നീക്കം നടന്നത്? ഇനി ഈ ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന ലൈക്കുകളും വ്യൂസുകളും എക്കാലവും നിങ്ങളുടെ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. അറിവില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കരിയർ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുക, പിന്നീട് മാപ്പ് പറഞ്ഞ് വീണ്ടും സത്പേര് വീണ്ടെടുക്കുക എന്ന തന്ത്രം ഇനി സോഷ്യൽ മീഡിയയിൽ അത്ര എളുപ്പത്തിൽ വില പോകില്ല. കാരണം ഇന്നത്തെ പ്രേക്ഷകർ മുൻപത്തേക്കാൾ വിവേകമുള്ളവരും കാര്യങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നവരുമാണ്. പേളിയുടെ കണ്ണീരിന് പിന്നിലെ ഒരു ബിസിനസ് താല്പര്യങ്ങൾ അവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇനി വരും ദിവസങ്ങളിൽ പേളിയുടെ ഈ ഒരു ബ്രാൻഡ് വാല്യൂവിനെയും കൊമേഴ്ഷ്യൽ ഡീലുകളെയും ഈ ഒരു വിവാദം എങ്ങനെ ബാധിക്കുമെന്നാണ് ഡിജിറ്റൽ ലോകം നോക്കുന്നത്. കാരണം ബ്രാൻഡുകൾക്ക് ഇപ്പോഴും തങ്ങളുടെ പ്രതിച്ഛായ ഒരു വലിയ പ്രാധാന്യമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഈ വിവാദ നായികമാരെ തങ്ങളുടെ പരസ്യങ്ങളിൽ നിലനിർത്താൻ അവർ ഒരുപക്ഷെ മടിച്ചേക്കാം. ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് എപ്പോഴും ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി എന്നിവ മോട്ടിവേഷൻ പ്രസംഗങ്ങൾ നടത്തുന്ന പേളി മാണി യഥാർത്ഥ സ്വന്തം തെറ്റുകളെ മറച്ചു പിടിക്കാനുള്ള ഒരു പരിചയമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം പേളി മാണി, നിങ്ങൾ പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങുന്ന ജനങ്ങളല്ല ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ നടത്തിയിരിക്കുന്ന ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ നിന്ന് ആൾക്കാർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു ക്ലാരിറ്റിയും അതിലില്ല. നിങ്ങൾ ആകെ മാപ്പ് പറഞ്ഞു. അവിടെയും നിങ്ങൾ പറയുന്ന തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ സിബി മലയിലിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക. പറയാത്തൊരു കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ട ആവശ്യം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫ്രീഡം സ്പീച്ച് ഇത്ര വലിയ ക്ലാരിഫിക്കേഷൻ നടത്തിയ നിങ്ങൾ ഈ കമന്റ് ബോക്സ് ഓഫാക്കിയിടുന്നത്? എന്തിനാണ് നിങ്ങൾ കമന്റ് ഇടുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പാണ്.